ദൈവത്തിന് ഒരു വ്യക്തിയോട് മനസ്സലിവ് തോന്നിയാൽ, ദയ തോന്നിയാൽ, കരുണ തോന്നിയാൽ പിന്നെ ആർക്കും അതിനെ മാറ്റുവാനായിട്ട് കഴിയത്തില്ല കേട്ടോ. ആർക്കും ആ ദയയെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഒരു വ്യക്തിയോട് ദൈവത്തിന് പ്രീതി തോന്നിയാൽ ആ വ്യക്തിയുടെ പിന്നാലെ കരുതലുകളും ദൈവിക സംരക്ഷണവും എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവവചനത്തിലൊരു വാക്യമാണ്, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. അപ്പോൾ ഈ ഡിവൈൻ ഫേവർ എന്ന് പറയുന്നത് ഒരു സീസണിലേക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലുടനീളം ദൈവികമായിട്ടുള്ള കരുണയും നന്മകളും നമ്മെ പിന്തുടരുന്ന ഒരു ജീവിത അനുഭവമാണത്. അത്തരത്തിലുള്ള ഒരനുഭവമാണ് നമുക്ക് ജോസഫിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. ജോസഫ് കടന്നു ചെന്നിടത്തൊക്കെയും ദൈവിക അനുഗ്രഹം അവൻ്റെ പിന്നാലെ കടന്നു വരികയാണ്. താൻ പൊത്തിഫേറിൻ്റെ വീട്ടിൽ അടിമയായിട്ടാണ് കടന്നു ചെല്ലുന്നതെങ്കിലും ആ ഫേവർ അവൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് അവൻ മുഖാന്തരം ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. അവനെ ഉന്നതമായൊരു സ്ഥാനത്തേക്ക് പൊത്തിഫേർ കൊണ്ടുവരുവാനിടയായി. പിന്നത്തേതിൽ അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു എങ്കിലും അവിടെയും ഡിവൈൻ ഫേവർ യോസഫിനെ വിട്ടുമാറിയിട്ടില്ല. ദൈവത്തിൻ്റെ ആ കരുണ അവിടെയും തന്നെ വ്യത്യസ്തനാക്കി മാറ്റി. പിന്നത്തേത് നമുക്കറിയാം, യോസഫിൻ്റെ ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ, പൊസിഷനുകൾ തുറന്നു വരികയാണ്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? മറ്റാർക്കുമില്ലാത്ത ഒരു ഫേവർ ദൈവം യോസഫിന് കൈമാറി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം ഇത് തന്നെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. യോസഫ് ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനകളെ തെറ്റിച്ചില്ല, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവനോട് അസാധാരണമായ ദയ കാണിച്ച് അത്ഭുതകരമായ കരുതലുകൾ കൊടുത്ത് സംരക്ഷണം കൊടുത്ത് തന്നെ സൂക്ഷിച്ചു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവിക സംരക്ഷണവും ദൈവിക കരുതലുകളും ഈ ദിവസങ്ങൾ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുക. അത് നമ്മുടെ കഴിവുകൾക്കും ചിന്തകൾക്കും ഒക്കെ അപ്പുറത്താണ്. അതിനുവേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുറുകെ പിടിക്കുക, ആ വിശ്വസ്തമായ ബന്ധത്തിൽ തന്നെ തുടരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യസ്തതകൾ വരുത്തും. ഡിവൈൻ ഫേവർ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു.